Blessed be God, Father, Son, and Holy Spirit. Amen. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. My dear brothers and sisters, എൻ്റെ പ്രിയ സഹോദര സഹോദരിമാരെ, peace be with you. നിങ്ങൾക്കേവർക്കും സമാധാനം ഉണ്ടാകട്ടെ. I am very happy to be able to greet you on behalf of the Old Catholic Churches of the Union of Utrecht. യുട്രെക്റ്റ് ഉടമ്പടിയുടെ ഭാഗമായ ഓൾഡ് കാത്തലിക് ചർച്ചിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ നിങ്ങളേവരെയും അഭിവാദനം ചെയ്യുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. First, I would like to read verses from Psalm 133. 133-ാം സങ്കീർത്തനം. See how good and pleasant it is when believers dwell in unity. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. For there the Lord commands his blessing, life forevermore. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. With the verse from Psalm 133, yesterday the celebration began of the signing of the Tiruvalla Agreement. ഇന്നലെ ഈ സങ്കീർത്തന വാക്യത്തിൽ അത് വായിച്ചാണ് ഓൾഡ് കാത്തലിക് സഭയും മലങ്കര മാർത്തോമ സുറിയാനി സഭയുമായുള്ള പ്രത്യേകമായ ധാരണാപത്രം തിരുവല്ല ഉടമ്പടി ഇന്നലെ ഒപ്പുചാർത്തിയത്. It was a truly historic day when you, my brother, your grace, Bishop Theodosius Martoma Metropolitan, and myself signed our Tiruvalla Agreement on behalf of our respective churches. ഞങ്ങളുടെ രണ്ട് സഭകളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് അഭിവന്യ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനിയും ഞാനും ഇന്നലെ ആ ധാരണാപത്രത്തിൽ ഒപ്പിട്ട് കൈമാറിയത് നിശ്ചയമായും ഒരു ചരിത്ര മുഹൂർത്തം തന്നെയാണ്. Both of our churches are known for their commitment to church unity and for our active participation in the World Council of Churches. ഞങ്ങളുടെ ഈ രണ്ട് സഭകളും നാളുകളായി സഭൈക്യ പ്രസ്ഥാനത്തിനു വേണ്ടി പ്രതിജ്ഞാബദ്ധരാണ്. പ്രത്യേകിച്ച് സഭകളുടെ അഖിലലോക കൗൺസിലിലെ ഈ സഭകളുടെ അംഗത്വത്തിലൂടെ നിരന്തരം എക്യുമെനിക്കൽ ബന്ധങ്ങളെ പരിപോഷിച്ചു വരുന്നു. It has been such a joy to find each other on this way. ഈ പ്രത്യേകമായ രീതിയിൽ സഭകളെ പരസ്പരം മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എത്രയോ സന്തോഷകരമായ അനുഗ്രഹകരമായ അനുഭവമാണ്. It was also said yesterday, ഇന്നലെ ഇപ്രകാരം പ്രസ്താവിക്കുകയുണ്ടായി, unity doesn't come from a common language or race or color, but from a common vision. ഐക്യത എന്നത് ഒരേ ഭാഷയിലൂടെയോ ഒരേ വംശീയതയിലൂടെയോ ഒരേ നിറത്തിലൂടെയോ അല്ല സംഭവിക്കുന്നത്. പ്രത്യുത ഐക്യത എന്നത് ഒരേ ദർശനത്തിലൂടെയാണ് സാധ്യമായി തീരുന്നത്. We behold the glory of the Lord and bow down together before him in unity. ദൈവത്തിൻ്റെ ദർശനം നാം കാണുമ്പോൾ നിശ്ചയമായും ദൈവസന്നിധിയിൽ നാം ഒരുമിച്ച് മുട്ടുമടക്കേണ്ടവരാണ്. And we are here as Old Catholic delegation from Europe to share with you, our friends from the Martoma Church, that we share a vision with you. നിങ്ങളുമായി മാർത്തോമ സഭയുമായി ഓൾഡ് കാത്തലിക് ചർച്ചിൻ്റെ ഭാഗമായി ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന പ്രതിനിധി സംഘം ഒരേ ദർശനം പങ്കുവയ്ക്കുന്നു എന്നത് പ്രഖ്യാപിക്കുവാൻ, അത് പങ്കിടുവാൻ ഞങ്ങൾക്ക് ഏറെ താല്പര്യമുണ്ട്. Now I would like to say something about our strange name. ഞങ്ങളുടെ സഭയുടെ നാമധേയത്തിൻ്റെ പ്രത്യേകതയെപ്പറ്റി, അതിൻ്റെ സവിശേഷതയെപ്പറ്റി ചില വസ്തുതകൾ ഞാൻ പ്രസ്താവിക്കട്ടെ. That's the reaction when I sometimes get when I say I am an old Catholic. ഞാനൊരു പുരാതന കത്തോലിക്ക സഭ അംഗമാണ് എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് പലപ്പോഴും എനിക്ക് ലഭിക്കാറുള്ളത്. When I say that, you might perhaps think, yes, I can see he is no youngster. ഒരുപക്ഷെ ഞാൻ പുരാതന കത്തോലിക്ക സഭ അംഗം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ നിങ്ങൾ എൻ്റെ പ്രായത്തെപ്പറ്റി ആയിരിക്കും കൂടുതൽ ചിന്തിക്കുന്നത്. But really old, not quite. എന്നാൽ എനിക്ക് പറയാൻ സാധിക്കും, ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന അത്ര ചെറുപ്പക്കാരനല്ലെങ്കിലും
നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ അത്ര വയസ്സനുമല്ല. Our name Old Catholic is a bit awkward. അതുകൊണ്ട് തന്നെ ഓൾഡ് കാത്തലിക്, പുരാതന കത്തോലിക്ക എന്ന ആ നാമധേയം അല്പം പ്രശ്നമുണ്ടാക്കുന്നതാണ്, ചിലപ്പോഴൊക്കെ ചില ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ്. We could have called it Saint Willibrod's Church because Willibrod was the first apostle to the Netherlands only in the 7th century. ഞങ്ങളുടെ സഭ 7-ാം നൂറ്റാണ്ടിൽ AD 7-ാം നൂറ്റാണ്ട് മുതലാണ് ഞങ്ങളുടെ സഭയുടെ പാരമ്പര്യം ആരംഭിക്കുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. Willibrod. Yeah. But the name is Old Catholic, and both the words old and Catholic can give a wrong impression. എന്നാൽ പലപ്പോഴും പുരാതനം എന്നതും കത്തോലിക്ക എന്നതും സഭ എന്നതുമായ ഈ പദങ്ങൾ ചിലപ്പോഴൊക്കെ ആശയക്കുഴപ്പം സൃഷ്ടിച്ചേക്കാം. It's even, I have to say, in a European context, true for the word church, for that gives for too many people in our countries a negative association. ഒരു യൂറോപ്യൻ പശ്ചാത്തലത്തിൽ സഭ എന്നുള്ള ആ പദം തന്നെ അനേകരെ സംബന്ധിച്ച് അത് പ്രശ്നമുള്ള ഒരു പദമാണ്. Even though they never have experienced a communion where the life in the Spirit is shared, where we find our calling in the body of Christ. ഒരുപക്ഷെ യൂറോപ്പിലൊക്കെയുള്ള അനേകരെ സംബന്ധിച്ച് അവർ ഒരിക്കലും ഒരു സഭയുടെ ഭാഗമായിരുന്നില്ലായിരിക്കാം. എന്നാൽ ഞങ്ങൾ ക്രിസ്തു സഭ എന്ന ക്രിസ്തു ശരീരമാകുന്ന സഭയുടെ ഭാഗമാണ് എന്നതിൽ ഏറെ അഭിമാനിക്കുന്നു. But our name Old Catholic is kind of a perspective on church unity. എന്നാൽ ഓൾഡ് കാത്തലിക് ചർച്ച്, പുരാതന കത്തോലിക്ക സഭ എന്ന് ഞങ്ങളെ തന്നെ വിശേഷിപ്പിക്കുമ്പോൾ അത് സഭ ഐക്യത്തെ പറ്റിയുള്ള ഞങ്ങളുടെ ഒരു പ്രത്യേക ദർശനത്തെയാണ് സൂചിപ്പിക്കുന്നത്. The name refers to the early church of the apostles and of the early church councils. പുരാതനമായ ആദിമ സഭയെയും അപ്പോസ്തോലിക പാരമ്പര്യങ്ങളെയും അതോടൊപ്പം ആദിമ സഭാ കൗൺസിലുകളെയും സുന്നഹദോസുകളും ഒക്കെ പ്രഖ്യാപിക്കപ്പെട്ട വിശ്വാസത്തെയാണ് ഞങ്ങളുടെ സഭയുടെ നാമധേയം സൂചിപ്പിക്കുന്നത്. We hope to discover church union on the basis of the faith and practice of the early church. ആദിമസഭയുടെ വിശ്വാസ ആചാരങ്ങളിൽ അധിഷ്ഠിതമായ ഒരു സഭൈക്യമാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത്. The time, content and teachings and dealings of the Council of Nicaea, I mean. നിഖ്യ സുന്നഹദോസ് ആദ്യ സുന്നഹദോസുകളിൽ പ്രഖ്യാപിക്കപ്പെട്ടതും ഉറപ്പിക്കപ്പെട്ടതുമായ പ്രത്യേകമായ ക്രിസ്തു വിശ്വാസം, സഭാവിശ്വാസം, അതിലാണ് ഞങ്ങൾ നിശ്ചയമായി മുറുകെ പിടിക്കുന്നത്. Next year we will celebrate together that 1700 years ago faith was shaped at the Council of Nicaea. നിഖ്യ വിശ്വാസ പ്രമാണത്തിൻ്റെ 1700-ാം വാർഷികം അടുത്ത വർഷം ഞങ്ങൾ ആഘോഷിക്കുകയാണ്. When we do that, we also celebrate how in our time, inspired by the council, we can also come together, share our faith and build up the church. എന്നാൽ അതോടൊപ്പം തന്നെ സമകാലികമായ പശ്ചാത്തലത്തിൽ നിഖ്യ സുന്നഹദോസിൽ പ്രഖ്യാപിക്കപ്പെട്ട ആ വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ നിലവിലുള്ള സഭകളുമായി പുതിയ ബന്ധങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിലും ഞങ്ങൾ സന്തോഷം കണ്ടെത്തുന്നു. അതും ഞങ്ങളുടെ വലിയ പ്രതീക്ഷയാണ്. And on our way, we are so happy to have found the Malankara Martoma Church. Our journey started in the World Council of Churches, I said, and will continue there. But we now will share a journey together. സഭൈക്യത്തിനു വേണ്ടിയുള്ള ഞങ്ങളുടെ സഞ്ചാരപാതകളിൽ മലങ്കര മാർത്തോമാ സുറിയാനി സഭയെ കണ്ടെത്തുവാൻ, പരസ്പരം മനസ്സിലാക്കുവാൻ ഇടയായതിൽ ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്നു. ഞങ്ങളുടെ സഭൈക്യ യാത്രകൾ അഖിലലോക സഭാ കൗൺസിലിലാണ് ആരംഭിച്ചത്. അത് അങ്ങനെ തന്നെ തുടർന്നും മുൻപോട്ട് പോവുക തന്നെ ചെയ്യും. We both believe that as churches we do not have a mission of our own, we share in the mission of God. സഭകൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് മാത്രമായി ഒരു പ്രേക്ഷിത ദൗത്യവും ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ ദൈവത്തിൻ്റെ ദൗത്യത്തിൻ്റെ പങ്കുകാർ മാത്രമാണ്. We share the gospel of liberation and reconciliation as it was embodied and preached by Jesus. യേശുക്രിസ്തുവിൽ ശരീരം ധരിക്കുകയും പ്രഘോഷിക്കപ്പെടുകയും ചെയ്ത ആ വലിയ സുവിശേഷം, വിമോചനത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും സുവിശേഷം, അതാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത്. We see our unity as a special gift from God.
ഞങ്ങളുടെ ഈ ഒരു പ്രത്യേകമായ ഐക്യബന്ധമെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ലഭിച്ച വിശിഷ്ടമായ ഒരു സമ്മാനമായി ഞങ്ങൾ കരുതുന്നു. We hope that the ecclesial communion between a Western church and a church, both Indian and Syrian, might be a sign of hope. ഒരു യൂറോപ്പ് അധിഷ്ഠിതമായ സഭയും മറ്റൊരു ഭാരതീയമായ പശ്ചാത്തലമുള്ള സുറിയാനി ആരാധന പാരമ്പര്യമുള്ള സഭയുമായുള്ള ഞങ്ങളുടെ ഈ പ്രത്യേക ഐക്യ ഉടമ്പടി ഒരു വലിയ പ്രത്യാശയുടെ അടയാളമായി ഞങ്ങൾ കാണുകയാണ്. A sign to the world that unity can be found, even transcending cultural and theological differences. സാംസ്കാരികവും ദൈവശാസ്ത്രപരമായ എല്ലാ വൈവിധ്യങ്ങളുടെ മധ്യത്തിലും ഈ കാലത്തും നമുക്ക് ഐക്യം കണ്ടെത്തുവാൻ കഴിയുമെന്നതാണ് ഈ പ്രത്യേക ഉടമ്പടിയിൽ കൂടെ നാം മനസ്സിലാക്കുന്നത്. അതാണ് ഞങ്ങൾ ലോകത്തോട് പ്രഘോഷിക്കുന്നത്. As Archbishop of Utrecht and as an old Catholic, it is a great joy to share this time with you. ഓൾഡ് കാത്തലിക് ചർച്ചിലെ ഒരു അംഗമെന്ന നിലയിലും യുട്രെക്റ്റിൻ്റെ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലും ഈ മഹാസമ്മേളനത്തിൻ്റെ അനുഗ്രഹകരമായ അനുഭവം നിങ്ങളുമായി പങ്കുവെക്കുന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. I hope you have an inspiring convention. See how good and pleasant it is when believers dwell in unity. നിങ്ങൾക്ക് ഏറെ ആത്മപ്രചോദിതമായ ഒരു കൺവെൻഷൻ മഹായോഗത്തിൻ്റെ അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. God bless you all. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.